ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഐവിക്ക് പോകാൻ വേണ്ടി രാവിലെ 5:30 നമ്മളെല്ലാവരും ഗേൾസ് ഹോസ്റ്റലിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. ഹോസ്റ്റലർ നൈസ് ബസ്സായിരുന്നു. നമ്മൾ ബസ്സിൻ്റെ അകത്തേക്ക് കയറി 2 സീറ്റൊക്കെ പിടിച്ചിരുന്നു. ബസ്സിൻ്റെ അകവും കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. അത് എന്നിട്ട് കയറിയപ്പോൾ തൊട്ടേ തുള്ളൽ തുടങ്ങി. രാവിലെ ഇത് ഇപ്പം 6 മണി സമയമാണ്. ആ സമയത്ത് തൊട്ടേ നമ്മൾ തുള്ളലായിരുന്നു. അങ്ങനെ കുറേ നേരം തുള്ളിക്കൊണ്ടൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലാണ് ഇൻഡസ്ട്രി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ കഴിച്ചു. കൊച്ചിയിലെത്തിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ രാവിലെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയിലെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രി കാക്കനാടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാക്കനാടുള്ള ഇൻഡസ്ട്രിയൊക്കെ വിസിറ്റ് ചെയ്തു. അത് ഡ്രോണിൻ്റെ ഒരു കമ്പനിയായിരുന്നു ഗൈസ്. അപ്പോൾ അവിടെ ഫുൾ അവർ നല്ലോണം ഡ്രോണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയുടെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത്. ആക്സൽ ഡ്രോൺ എന്നാണ് ആ കമ്പനിയുടെ പേര്. നമ്മളകത്ത് കയറി അവർ ഡ്രോണിനെയൊക്കെ പരിചയപ്പെടുത്തി. ഇതാണ് നമ്മൾ കണ്ട ഡ്രോൺ. എന്തെടുത്തിട്ട് പരിചയം കൊടുക്കുന്നു. അതിൻ്റെ വർക്കിംഗ് പറയണോ? കുറേ പേര് നോക്കുന്നു. ഇലക്ട്രോണിക്സ് തിങ്സ്. കേസ് അങ്ങനെ നമ്മളുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റൊക്കെ കഴിഞ്ഞു. ഡ്രോണിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഐവിയുടെ കോർഡിനേറ്റർ കിളി പോയി നിൽക്കുമെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഗൈസ്, നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും നിന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. അതിന് നമ്മൾ തിരിച്ചിറങ്ങി. കൊച്ചിയിലുള്ള ഇഫ്താർ എന്ന് പറഞ്ഞൊരു കടയിലായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കയറിയത്. ഇത് ബിരിയാണിയാണെന്ന് തോന്നുന്നു. നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. എന്തായാലും നൈസ് ഫുഡായിരുന്നു. ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ ബിരിയാണിയും കഴിച്ചു. ബിരിയാണി, ചിക്കൻ, സാലഡ് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പൊതിയിലാണ് നമുക്ക് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ളിരുന്ന് കഴിച്ചിട്ടോ. അത് കഴിഞ്ഞ് വാഷ്റൂമിൽ പോയപ്പോഴേക്കും അവരൊരു മിറർ കണ്ടു. മിറർ കണ്ടപ്പോഴേ നമ്മുടെ സ്ഥിരം പട്ടി ഷോ തുടങ്ങി. മിറർ കണ്ടപ്പോഴേ ഞങ്ങൾ ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. കുറച്ച് നേരം മിററിൽ കൂടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അത് ഞാൻ കേൾപ്പിക്കുന്നില്ല. മിററിൽ നോക്കി എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെയും തിരിച്ച് നമ്മൾ വണ്ടിയിൽ തന്നെ കയറി. അപ്പം അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി. പിന്നെ അവിടെ തുള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തുള്ളുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഫുഡായിരുന്നു. രാത്രിത്തെ ഫുഡ് വയനാട്ടിൽ നിന്നായിരുന്നു. അത് അൽഫാം എടുത്തിട്ടോ ഗൈസ്. നല്ല വിശപ്പായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് ഇവിടെ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടൽ. നമ്മൾ അന്നത്തെ ദിവസം രാത്രി സ്റ്റേ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ റൂം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. റൂം ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാ റൂംസും ഭയങ്കര നല്ലതായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ ആ ഒരു റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നൈസ് റൂമായിരുന്നു. ഇപ്പോൾ എൻ്റെ ലൈറ്റാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പാട് കിട്ടും. അപ്പോൾ ലൈറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം നമ്മളുടെ റൂം കണ്ടോ. ഇതാണ് ഒരു ബെഡ്. ആകെ വരുന്നൊരു ഹാള്, പിന്നെ നമ്മളുടെ ബെഡിൻ്റെ പോർഷൻ, പിന്നെ കിച്ചൻ്റെ പോർഷനാണ് വരുന്നത്. അപ്പം ഞാൻ ഈ സിംഗിൾ ബെഡിലാണ് കിടന്നത്. പക്ഷേ ഞാൻ ആദ്യമേ സിംഗിൾ ബെഡ് എടുത്ത് മട്ടത്തരായിപ്പോയെന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം ആ ബെഡ് ഭയങ്കര അടിപൊളിയുണ്ടെന്ന് കിടക്കാൻ. ഇത് ഭയങ്കര കല്ലേ കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് റൂം വരുന്നത്. ഒരു TV ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് ഒരു വാഷ്റൂം. ബെഡ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. അവർ രണ്ടുപേരും ആ ഒരു ബെഡിലായിരുന്നു കിടന്നത്. പിന്നെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ബാഗൊക്കെ ഇറക്കി വെച്ചു. പിന്നെ ഇതായിരുന്നു നമ്മുടെ വാഷ്റൂം. നമ്മൾ ഈ റൂമിൽ എത്തിയ സമയത്ത് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി തോന്നുന്നു. നമ്മൾ വാഷ്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് ദിവസം അവിടെ തന്നെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഐവിയുടെ Day 1.